മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. 5th പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അബോർഷൻ ഈസ് ഡിഫൈൻഡ് as termination of pregnancy before 28 weeks of gestation. നമ്മുടെ ഗർഭിണിയായിരിക്കുമ്പോൾ 28 ആഴ്ചയ്ക്കുള്ളിൽ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഈ ഒരു അബോർഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ മെഷർ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ മരണം കുറയ്ക്കാൻ, മെറ്റേണൽ ഡെത്ത് കുറയ്ക്കാനും, അതേപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള അബോർഷൻസ്, നമ്മൾ ട്രെയിൻഡ് ഒന്നും അല്ലാത്ത ആൾക്കാരൊക്കെ പ്രസവം എടുക്കുന്ന വഴിയിട്ട് ഇല്ലീഗലായിട്ട് അബോർഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമ്മമാർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഹെൽത്ത് കെയർ മെഷർ ആയിട്ടായിരുന്നു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 അത് ഫോഴ്സിൽ വന്നത് 1972 ഏപ്രിലാണ്. അപ്പം ഇതനുസരിച്ച് അബോർഷൻ കുറച്ചും കൂടെ ലിബറലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം 5 കണ്ടീഷൻ, ഈ താഴെ പറയുന്ന 5 കണ്ടീഷൻസിൽ ആ സാഹചര്യത്തിൽ നമുക്ക് അബോർഷൻ ചെയ്യാം എന്ന് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ പറയുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് 5 കണ്ടീഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് മെഡിക്കൽ ആണ്. അതായത് ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അമ്മയുടെ ലൈഫിന് എന്തെങ്കിലും അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ ഹെൽത്തിനോ മെന്റൽ ഹെൽത്തിനോ നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നമുക്ക് അബോർഷൻ നടത്താവുന്നതാണ്. രണ്ടാമത്തത് യൂജനിക്ക്. നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഹാൻഡിക്യാപ്പോ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അബ്നോർമാലിറ്റീസോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് അബോർഷൻ പറയാവുന്നതാണ്. മൂന്നാമത്തത് ഹ്യൂമാനിറ്റേറിയൻ. നമ്മുടെ പ്രഗ്നൻസി റേപ്പിന്റെ ഫലമായിട്ടാണ് പ്രഗ്നന്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും അബോർഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് സോഷ്യോ എക്കോണമിക്. അതായത് വേറെ ആക്ച്വലി ഒരു റീസണബിളി ഫോർസിയബിൾ എൻവയോൺമെന്റ്സ്, അവരുടെ ആ ഒരു ചുറ്റുപാടില് അമ്മയ്ക്ക് പ്രസവം നടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽത്തിന് ഇഞ്ചുറിയോ റിസ്കോ ഉണ്ട് എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, മുൻകൂട്ടി നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അബോർഷൻ നടത്താവുന്നതാണ്. അഞ്ചാമത്തത് നമ്മളൊരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്തു, പക്ഷെ അത് ഫെയിലിയർ ആയി പോയി, നമ്മൾ പ്രഗ്നന്റ് ആയി, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ അബോർഷൻ നടത്താവുന്നതാണ്. അപ്പൊ ഈ ഒരു 5 കണ്ടീഷനിൽ ഈ ആക്ടിന്റെ അണ്ടറിൽ അബോർഷൻ നടത്താം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു MTP ആക്ടിന്റെ അണ്ടറിൽ അബോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മാത്രമേ, ഗവൺമെന്റ് അപ്രൂവ് ഉള്ള ഇത് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ഇത് ചെയ്യാവൂ എന്നും ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ പറയുന്നുണ്ട്. അപ്പം ഈ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു 12 ആഴ്ച വരെ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ സേഫ് ആണെന്നാണ് പറയുന്നത്. അതായത് അബോർഷൻ നടത്താൻ സേഫ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു MTP ആക്ടിന്റെ അണ്ടറിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു പ്രഗ്നൻസി 12 ആഴ്ച കഴിഞ്ഞു, എന്നാൽ 20 ആഴ്ചക്ക് മുന്നെയാണ്. ഈ സമയത്ത് അബോർഷൻ നടത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ കൂടി നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. അതിനുശേഷം മാത്രമേ ഈ ഒരു ടൈം പീരീഡിൽ അബോർഷൻ നടത്താവൂ. അപ്പം MTP ആക്ട് അനുസരിച്ച് നമ്മൾ 20 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി മാത്രമേ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കുള്ളൂ ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോർഷന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നമ്മളൊരു 3 ഡേഞ്ചർ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്, അബോർഷൻ ചിലപ്പോൾ ബ്ലീഡിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്, ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത് പറയുന്നതാണ് പെർഫറേഷൻ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻട്രാ യൂട്രൈൻ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സറൗണ്ടിങ് ബ്ലഡ് വെസലിലോ വിസ്റയിലോ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാവുന്ന, അതായത് ബ്ലാഡറിലോ ഇൻഡസ്റ്റൈനിലോ ഒക്കെ ഇഞ്ചുറി ഉണ്ടാവുന്ന കണ്ടീഷനാണ് പെർഫറേഷൻ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 ഡേഞ്ചർ സിറ്റുവേഷൻ അബോർഷൻ കാരണം വരാം. ഇത് കൂടാതെ വരുന്ന 2 കണ്ടീഷനാണ് നമ്മുടെ ഈ ഒരു അബോർഷന് ശേഷം പിന്നീട് വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് അബോർഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു അബോർഷന് ശേഷം സ്റ്റെറിലിറ്റി, വന്ധ്യത ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കോൺട്രാസെപ്ഷന്റെ അത്ര എഫക്റ്റീവ് അല്ല ഒരിക്കലും അബോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണ ഈ MTP ചെയ്യാൻ വരുന്ന സമയത്തും ആ സ്ത്രീകളോടും അവരുടെ ഹസ്ബൻഡിനോടും ഈ ഒരു കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് മാക്സിമം യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ അവര് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. കാരണം കൂടുതലും അബോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് അവരുടെ ലൈഫിന് തന്നെ ഡേഞ്ചർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മാക്സിമം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സോ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്